നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേശീയ പണിമുടക്കിൽ സംസ്ഥാനത്ത് ബന്ദിന് സമാനമായ സാഹചര്യമുണ്ടായപ്പോഴും രോഗികളുടെ വേദനകളോടൊപ്പം നിന്ന് ആൽഫ സെന്ററുകൾ വ്യത്യസ്തത പുലർത്തി. തൃശൂർ സെന്ററിലെ നഴ്സ് ഇൻചാർജ് ജിനി ജോൺ, ഡ്രൈവർ പ്രിൻസും 18 കിലോമീറ്റർ നടന്നെത്തിയാണ് കേന്ദ്രത്തിലെ ഹോം കെയർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. 10-ലധികം രോഗികൾക്ക് അത്യാവശ്യമായി ഹോം കെയർ നൽകേണ്ടിയിരുന്നതിനാലാണ് ബുദ്ധിമുട്ട് സഹിച്ചും സെന്ററിലെത്തിയതെന്ന് ജിനി പറഞ്ഞു. ആലപ്പുഴ സെന്ററിന്റെ ഹോം കെയർ ടീമിനോടൊപ്പം ഇന്നലെ പങ്കെടുത്ത വിഷൻ 2030 സ്റ്റേറ്റ് കോർഡിനേറ്റർ അംജിത് കുമാർ, ഡോക്ടർ ആമിനയ്ക്കും നഴ്സുമാർക്കുമൊപ്പം നടത്തിയ ഹോം കെയർ വലിയൊരു അനുഭവമായെന്ന് സാക്ഷ്യപ്പെടുത്തി. ആലപ്പുഴയുടെ തീരപ്രദേശങ്ങളായ കാഞ്ഞിരംചിറ, മംഗലം, തുമ്പോളി വാർഡുകളിൽ ഡോക്ടറെയും നഴ്സുമാരെയും കാത്തിരിക്കുന്നവരെ കണ്ടതും അവരുടെ പ്രതികരണങ്ങൾ കേട്ടതും ആൽഫയുടെ പ്രവർത്തനങ്ങളും മഹത്വം വിളിച്ചോതുന്നതായി അംജിത് പറഞ്ഞു. മാളികമുക്കിലെ റെജീന എന്ന പേഷ്യന്റ് ടീമിന് പാട്ടുപാടിക്കൊടുത്തതും മനോഹരമായ അനുഭവമായി. തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഡിസ്ചാർജ് ചെയ്തെങ്കിലും പരിചരിക്കാനുള്ള ഭർത്താവിന് ഡിമെൻഷ്യ ആയതിനാൽ പ്രതിസന്ധിയിലായ 68-കാരിക്കും ഭർത്താവിനും അഭയമൊരുക്കി ആൽഫ ആശിഷ് കെയർ ഹോം. ആൽഫ വെള്ളാങ്കല്ലൂർ സെന്ററിന്റെ പരിചരണത്തിലുള്ള വള്ളിവട്ടം കോഴിക്കോട് വീട്ടിൽ കാർത്യായനിക്കും ഭർത്താവ് ശങ്കരനാരായണനുമാണ് ആശിഷിൽ താമസത്തിന് സൗകര്യമൊരുക്കിയത്. സെന്റർ ഭാരവാഹികളുടെ ഇടപെടലാണ് ഈ കുടുംബത്തിന് ആശിഷിൽ സൗകര്യമൊരുക്കുന്നതിനിടയാക്കിയത്. കിടപ്പിലായ കാർത്യായനിക്ക് വിദഗ്ധ പരിചരണം വേണ്ട അവസ്ഥയാണെന്നും അത് നൽകാനുള്ള ഒരു സാധ്യതയും കുടുംബത്തിലില്ലെന്നും അവർ അറിയിച്ചതിനെ തുടർന്നാണ് കെയർ ഹോം മാനേജർ താഹിറ മുജീബ്, ട്രസ്റ്റ് ഓഫീസ് സെക്രട്ടറി വിമല, വെള്ളാങ്കല്ലൂർ സെന്റർ സെക്രട്ടറി മെഹർബാൻ, വോളണ്ടിയർ മനാഫ് എന്നിവർ ചേർന്ന് കുടുംബത്തെ ആശിഷ് കെയർ ഹോമിൽ എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചത്. ആൽഫ തൃശൂർ സെന്റർ അവലോകന യോഗം ഇന്ന് സെന്ററിൽ നടന്നു. പ്രസിഡന്റ് തോമസ് തോലത്ത് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സജീവ് CK റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ഓഗസ്റ്റ് 9 നടക്കാനിരിക്കുന്ന രോഗി പരിചാരക പുനർജനി സംഗമത്തെക്കുറിച്ച് പ്രത്യേകമായി സംസാരിക്കുകയും ചെയ്തു. ആൽഫ കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ, ഗവേണിംഗ് കൗൺസിൽ അംഗം ഇന്ദിര ശിവരാമൻ തുടങ്ങിയവർ ആൽഫയുടെ വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.